ശരിക്കും ഇപ്പം റോട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് സ്കൂട്ടറുകളിലൊന്ന് ഒല എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ S1 S1 Pro ഒക്കെയാണെന്ന് പറയാം. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ടെൻഷനുകളുണ്ട് എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് നിയറസ്റ്റ് ആയിട്ട് ഡീലർഷിപ്പ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് സർവീസ് സെൻറ്റർ ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒല അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. അതായത് പതുക്കെ പതുക്കെ അവർ നമ്മുടെ ട്രഡീഷണൽ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. റീസെൻ്റ്ലി ഒരുപാട് ഡീലർഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ഒരുപാട് ഒല എക്സ്പീരിയൻസ് സെൻറ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവർ പുതുതായിട്ട് സർവീസ് സെൻറ്ററുകളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട ഒല സർവീസ് സെൻറ്ററിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോട്ടയ്ക്കലിലാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇന്നലെ കോഴിക്കോട് ഉദ്ഘാടനമായിരുന്നു. ഉടനെ തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇവർ ഓപ്പൺ ആക്കാൻ പോകുന്നു. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഈ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തത് നമ്മളായിരുന്നു എന്നതാണ്. അപ്പോൾ ഇന്നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും മസനഗുഡി വഴി ഒന്ന് ഊട്ടി വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് നമ്മൾ ചെയ്ത ഒരു വീഡിയോയുടെ ഫോളോ അപ്പ് എന്നുള്ള രൂപത്തിൽ ഒരു സർവീസ് സെൻറ്റർ ഇനാഗുറേഷനും ആ സർവീസ് സെൻറ്ററിനകത്തുള്ള ഫെസിലിറ്റികളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവീസ് സെൻറ്റർ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവിടെ ഒല ഓൾറെഡി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മസനഗുഡി വഴി ഊട്ടിയിൽ വരെ പോകുന്നുണ്ട്. അതിൽ അവരുടെ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഹലോ, എന്താ പേര്? അനുമോദ്. നിങ്ങൾ 2 ഒല പഠിക്കുന്നുണ്ടല്ലേ? അതെ. 18-35. അതെ, 18-35. അതെ, 2 ഒല എടുക്കാനുള്ള കാരണം? 2 ഓല എടുക്കാമല്ലോ. ഒരു ഓല നമുക്ക് ഫ്രീ ആയിട്ട് ഹോളി കോൺടെസ്റ്റ് വിന്നർ ആയതുകൊണ്ട് ഫ്രീ കിട്ടിയത്. അതാണ് ഈ ഹോളി കളർ. അതാണ് ഈ കളർ. യെസ്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓല എടുക്കുന്ന ആളെ സംബന്ധിച്ചത് നിങ്ങളും ആദ്യമായിട്ട് ഓല എടുക്കുമ്പോൾ സർവീസ് സെൻറ്ററിൻ്റെ ഒരു പ്രശ്നം പേടിയുണ്ടായിരുന്നു? ഞങ്ങൾ സർവീസ് സെൻറ്ററിനേക്കാൾ കൂടുതൽ കമ്പനി ഓല ആയതുകൊണ്ട് മാത്രം നമ്മൾ എടുത്തതാണ്. നമ്മൾ ആക്ച്വലി ഞങ്ങളൊരു ഫസ്റ്റ് ബാച്ച് കസ്റ്റമറാണ്. നമ്മൾ ശരിക്കും ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടാണ് ഈ വണ്ടി എടുത്തത്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്യാഷെല്ലാം അടച്ച് അങ്ങനെ വണ്ടി എടുത്തതാണ്. ശരിക്കും കമ്പനിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കസ്റ്റമർ ആയതാണ്. അല്ല, ഇപ്പോൾ ഒരു സർവീസ് സെൻറ്റർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ കുറേ ആളുകൾ, ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമായിരുന്നു, സർവീസ് സെൻറ്റർ ഇല്ലല്ലോ, വണ്ടിയിലൊക്കെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെയുള്ളൊരു ചോദ്യം. ആക്ച്വലി ഒന്നാമത് ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് സർവീസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സർവീസ് കുറവാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മറ്റ് പുറത്തുള്ള പോലെ നമുക്ക് എവിടെയും കൊണ്ടുപോയി കാണിച്ച് ഇത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് ടയർ പഞ്ചറായാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു കാരണത്തിനും നമുക്ക് കമ്പനിയെ ആശ്രയിക്കാതെ പറ്റില്ല. അപ്പോൾ കൂടുതൽ സർവീസ് സെൻറ്ററിനേക്കാൾ ഉപരി ഒരു സർവീസ് സെൻറ്ററിൽ തന്നെ എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുന്ന സർവീസ് സെൻറ്ററുകൾ, എല്ലാ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് ജില്ല തോറും എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ സ്ഥലങ്ങളിൽ കൂടി ഇത് വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പ്രൊജക്ട് പ്രകാരം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നാണ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവർ സാങ്ഷൻ എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തിച്ച് തുടങ്ങുന്നുള്ളൂ, ഒറ്റ അടിക്കില്ല എന്നുള്ളത്. ഒരു ഒല കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നോക്കി കാണുന്നു? ഉറപ്പായിട്ടും പുതിയ സർവീസ് സെൻറ്ററുകൾ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതിയ വാഹനങ്ങൾ വരുന്നതിലും ഇലക്ട്രിക് യുഗം വരുന്നതിലും വളരെയധികം ഹാപ്പിയാണ്. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ അസ്ലം ബ്രോനെ നേരത്തെ നമ്മൾ റീലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. 2 ഒല കിട്ടിയ 2ാമത്തെ ആളാണ് അല്ലേ? അതെ. ഒരു സർവീസ് സെൻറ്റർ കേരളത്തിൽ ആദ്യത്താണ്. ഒരു സർവീസ് സെൻറ്റർ വരാൻ പോവാണ്. അപ്പം ഒല ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആദ്യമായിട്ട് ഒല എടുക്കുന്ന ആളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു സർവീസ് സെൻറ്റർ ഇല്ല എന്നുള്ളത്. ഈ നിമിഷത്തിൽ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? കാരണം ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സർവീസ് സെൻ്ററാണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. മുമ്പ് ഉണ്ടായിരുന്നത് നമ്മൾ ആശ്രയിക്കേണ്ടത് കോഴിക്കോടാണ്, അല്ലെങ്കിൽ തൃശ്ശൂരാണ് മെയിൻ സർവീസ് സെൻ്റർ. അല്ലാന്നുണ്ടെങ്കിൽ തിരൂരുണ്ട്, പിന്നെ ചെറിയ രീതിയിലാണെങ്കിലും പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ സർവീസ് സെൻ്റർ മലപ്പുറത്തിന് കുറേ കാലമായിട്ടുള്ള ആവശ്യമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. വലിയ സർവീസ് സെൻ്റർ തന്നെ. അപ്പോൾ എല്ലാവിധ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണെന്നുണ്ടെങ്കിലും മേജർ വർക്ക് എടുക്കാനാണെങ്കിലൊക്കെ ഈ സർവീസ് സെൻ്റർ കൊണ്ട് ഓക്കെയാണ്. താങ്ക് യു. ഓക്കെ, ശരി. ഇനി അൻഫൽ. അതെ, ഡോക്ടറാണ്. അതെ. ഏത് ഫീൽഡ്? ഞാൻ ജനറൽ ഫിസിഷ്യനാണ്. ഞാൻ ഫാമിലി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. എത്ര വർഷമായിട്ട് ഓല യൂസ് ചെയ്യുന്നു? എൻ്റെ വീട് കൊല്ലമാണ്. എൻ്റെ ഡിസ്ട്രിക്റ്റിൽ 2ാമത്തെ വണ്ടിയാണ്, ഫസ്റ്റ് ബാച്ചിലെ വണ്ടിയാണ്. ഇപ്പം 2 കൊല്ലമായി. ഒരു ഒല ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് ഹാപ്പിയാണ്. പിന്നെ അതിപ്പം എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഇപ്പം 4 എണ്ണമായി. ഇപ്പം 5ാമത്തത് വരുന്നുണ്ട്. ഇപ്പം പുള്ളിയൊന്ന് എടുത്തിട്ട് വേറെ 4 ആൾക്കാരെ കൊണ്ട് ഒല എടുപ്പിച്ചു. ആക്ച്വലി എൻ്റെ ഫാമിലിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 4 എണ്ണമായി. ബാക്കി ഫ്രണ്ട്സ് വന്നിട്ട് ഇപ്പോൾ ഒരു 12-13 വണ്ടി ആയിട്ടുണ്ട്. ഒലയുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡർ. അതെ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ, അതായത് മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ തോന്നാനൊരു കാരണം? അല്ല, വണ്ടി ഇതൊന്ന് ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതൊന്നും എതിർക്കില്ല. എൻ്റെ വാപ്പാക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തത്. ആക്ച്വലി ഞാൻ കാറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദിവസം ഒരു 30 കിലോമീറ്റേഴ്സ്, അല്ല 60 കിലോമീറ്റേഴ്സ് ടു
ആൻഡ് ഫ്രോ ഉണ്ടായിരുന്നു. ഓടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ ഇതിനകത്തായി. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് പോകാത്തത് ഇപ്പോൾ സ്ഥലങ്ങളില്ല. ഇപ്പം മൂന്നാർ പോയി, വയനാട് പോയി, അതുകൊണ്ട് ഇന്ന് ഊട്ടി പോണ്, പിന്നെ പൊന്മുടി പോയി, ഹിമാലയത്തിൽ 10 ദിവസം പോയി. അത് ഇന്ത്യൻ ആർമിയുടെ കൂടെ ഒരു റൈഡ് ഉണ്ടായിരുന്നു, അതിന് പോയി. അടിപൊളി. ഇപ്പം ഓല എടുത്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആണ് സർവീസ് സെൻറ്റർ നിയറസ്റ്റ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പുതിയ ഓലയുടെ തീരുമാനപ്രകാരം സർവീസ് സെൻ്ററുകൾ ഓപ്പൺ ആക്കുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു സർവീസ് സെൻറ്റർ ഓപ്പൺ ആക്കി. ഇതിനെക്കുറിച്ച് എന്താ പറയുക? ബേസിക്കലി ഇഷ്യൂ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സിറ്റീസിൽ നല്ല ഇതുണ്ടായിരുന്നു. കാരണം അവിടെ നല്ല സെയിൽസ് കൂടുതൽ. കാരണം എൻ്റെ സ്ഥലം കൊല്ലത്താണ്, അവിടുന്ന് നല്ല ടെക്നീഷ്യൻസും കാര്യങ്ങളും ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർ വലിയ, ഇപ്പം ഇവിടെ തന്നെ കണ്ടല്ലോ, ഒരു 4000 സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചുള്ള സ്ഥലം എടുത്തിട്ടുണ്ട്. ഇന്നലെ കോഴിക്കോട് നല്ലൊരു സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളം വരുന്നുണ്ട്, ഒരു 5000 മേലെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ഉപഭോക്താവ് എന്നുള്ള അപ്പം എനിക്ക് കസ്റ്റമേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ എനിക്ക് ധൈര്യം കൂടുവാണ്. അതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നേരത്തെ തുടക്ക സമയത്ത് നല്ല ഇതായിരുന്നു. പിന്നെ വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എണ്ണം നല്ല രീതിയിൽ ഇതായപ്പോഴത്തേക്കിന് അതനുസരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവർ അതിനുള്ള റെക്ടിഫൈ ചെയ്ത് വരുന്നത്. നല്ല കാര്യമാണ്. അതെ, പിന്നല്ല, ഉറപ്പ്. താങ്ക്സ്. സർവീസ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ നാഗേഷ് ബിർള. വെൽക്കം ടു അവർ ചാനൽ. Sir, I'm Nagesh Birla. This is RSM for Ola, അതായത് റീജിയണൽ സർവീസ് മാനേജർ for Ola, entire Kerala. Okay. Yes. First, I would like to say thanks for bringing these kind of things for the customers. And what was your plan actually for Ola? So I can tell you that this is one of the biggest service center and exclusive service center for the customers who can avail the service for complete Kerala. And yesterday we had inaugurated the exclusive service center in Calicut, and we are going to come up with one of the biggest with more than 6,000 SFT service center in Kochi. So and that will be the best one. Yeah, that would be one of the best one among all the facilities of Kerala. Oh, okay. And I can only one more point I would like to reiterate and emphasize on that we have a service presence at 30. We are going to create a service presence at 37 centers. 37 centers. 37 centers in Kerala, and we are going to expand more to 50 centers by next 1 month. Oh, really? In 1 month? Yeah. We are going to expand it in next 1 month by 50. So I think most of the customer will be happy. We'll try to. No tension. Yes, we are trying our service expansion to be much and more, and we are making the service experience for the customers as a stronger, and its customers should be avail at its every facility, and he should not feel bad about it. Great. Thank you so much. Sir. Thank you. We have Mr. Kiran, ഏരിയ മാനേജറാണ്, പുള്ളി മലയാളിയാണ്. ഇദ്ദേഹമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് എൻ്റെ ഒരു ഫെസിലിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പോൾ കിരൺ, ശരിക്കും ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഒരു ആശങ്ക ഓല ഏറെക്കുറെ പരിഹരിച്ചു തുടങ്ങുകയാണല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സർവീസ് സെൻറ്ററിന് ദൂരം പോകണ്ടേ അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകണ്ടേ എന്നൊക്കെയുള്ളൊരു ആശങ്ക പങ്കുവച്ചിരുന്നു. അതിന് ഏറെക്കുറെ തീരുമാനമായി തുടങ്ങി തോന്നുന്നു. അതെ, തീർച്ചയായും. നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് കസ്റ്റമർ ഒരു മെയിൻ്റനൻസ് ഫ്രീ വെഹിക്കിൾ ആയിരുന്നു. അപ്പോൾ കസ്റ്റമർ ഒരു ഫീഡ്ബാക്ക് വന്നതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഇന്ത്യൻ്റെ പുറകിൽ കാണുന്ന ഇത്രയും വലിയ. ഞാൻ കസ്റ്റമറോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഒരു ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരുള്ളൂ. അതെ. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും വേറെ സ്ഥലത്ത് കൊണ്ടുണ്ട്. കാരണം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എല്ലാ സർവീസ് സെൻ്ററിലും ചിലപ്പോൾ നന്നാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതായിരുന്നു ഒരു ആശങ്ക. നമ്മൾ അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സെൻറ്റർ മലപ്പുറത്ത് നിന്നാണ് തുറന്നിരിക്കുന്നത്. ഇന്നലെ പോലും നമ്മൾ കോഴിക്കോട് ഒരു സർവീസ് സെൻറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 37ഓളം സർവീസ് സെൻറ്റർ ഓൾറെഡി കേരളത്തിലുണ്ട്. നമ്മൾ ഡെയിലി വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യാണ്. ഇത് കസ്റ്റമർക്ക് വേണ്ടിയാണ്, പീസ് ഓഫ് മൈൻഡ് റൈഡിന് വേണ്ടിയാണ്. കോഴിക്കോട് ഇന്ന് മലപ്പുറം, ശരിക്കും മലപ്പുറത്ത് ഏറ്റവും വലിയ തുടങ്ങിയ മലപ്പുറം പൊളിയല്ലേ? അതെ, മലപ്പുറം പൊളിയാണ്. മലപ്പുറം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രൊമോഷൻ. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ശരിക്കും ഈ ഒരു സർവീസ് സെൻറ്ററിനകത്ത് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ നോർമലി IC എഞ്ചിൻ, അതായത് നോർമൽ പെട്രോൾ വെഹിക്കിൾ കാണുന്ന പോലെയല്ല ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി സിസ്റ്റം വർക്കാണ് വരുന്നത്. ബാക്കി നമ്മൾ മെക്കാനിക്കൽ വർക്ക് കുറവായിരിക്കും അല്ലേ? മെക്കാനിക്കൽ വർക്ക് കുറവായിരിക്കും. നമ്മൾ സിസ്റ്റം വൈസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മൊബൈലും ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും സർവീസ് സെൻറ്റർ വിശദമായിട്ടൊന്ന് കാണാം, പ്ലീസ്. ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഇത് വെയിറ്റിംഗ് ഏരിയ അല്ലേ, കസ്റ്റമർ ലോഞ്ച്. അതെ, കസ്റ്റമർ ലോഞ്ച്, കസ്റ്റമർക്ക് വേണ്ടിയുള്ള നമ്മൾ ഇനാഗുറേഷൻ ആയതുകൊണ്ടാണ് ഈ സിസ്റ്റർ കാണുന്നത്. ഇതാണ് നമ്മളെ കസ്റ്റമർക്ക് വേണ്ടി മാത്രമല്ല കസ്റ്റമർ ലോഞ്ച് വിശദമായി കൊടുത്തിരിക്കുന്നത്. സർവീസിന് വന്ന ആളുകൾക്ക് വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അല്ലേ, പുസ്തകം വായിക്കാനും ചായ കുടിക്കാനും കഫേ ഒക്കെ ഉണ്ടാവും. നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയുള്ള റിഫ്രഷ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നല്ല സജഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ നോർമലി വരുന്നത് ബുക്കിംഗ് എടുത്തിട്ടാണ് വരുന്നത്, ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ വെയിറ്റ് ചെയ്യാതെ കസ്റ്റമർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പോകാൻ പറ്റും. എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കൃത്യമായി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ വരില്ല. അത് വെയിറ്റിംഗ് ടൈം ചെറിയൊരു വെയിറ്റിംഗ് സമയമാണെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യും. ഇവിടെ സ്പെൻഡ് ചെയ്യാം. സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഫെസിലിറ്റിയാണ്. 4000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ എന്തോ ഉണ്ടല്ലേ? ഈ കാണുന്ന താഴെ കാണുന്ന കംപ്ലീറ്റ് ഏരിയയും നമ്മുടേതാണ്. കംപ്ലീറ്റ് ഏരിയയും സർവീസ് സെന്ററിലാണ്. ഇനി അപ്പുറത്തെ സൈഡ് വരുന്നത് സ്പെയർ പാർട്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ സ്പെയർ പാർട്സ് ആയിരിക്കും ചേഞ്ചസ് വരികയെന്ന് അറിയോ? സ്പെയർ പാർട്സ് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നത് ബ്രേക്ക് പാഡുകളാണ്. ഇത് ബാക്കി പാർട്സുകളൊന്നും ഇല്ലല്ലോ. ബാക്കി പാർട്സുകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ പാർട്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ജനറൽ ചെക്കപ്പ് ഇതിന് നോർമലി എല്ലാ വണ്ടികൾക്കും പെട്രോൾ വണ്ടികളൊക്കെ എന്തുണ്ടാവും, മെയിൻ്റനൻസ് വരുന്നുണ്ട്. ഒരു 6 മാസം കൂടുമ്പോൾ 4 മാസം. ഇതിന് നമുക്ക് മെയിൻ്റനൻസ് പറയുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് പാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ വീൽ ബെയറിംഗ് ഇഷ്യൂസ് കുറേ കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാ പാർട്സുകളും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്യുക. നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് കൃത്യമായി ടാബ് ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ കഴിയും. എല്ലാം സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. സിസ്റ്റമാണത്. എല്ലാം അതിൻ്റെ ബ്രെയിൻ ഉണ്ട്. തലച്ചോറൊക്കെ അവിടെയാണുള്ളത്. തലച്ചോറിലൂടെ തലച്ചോറെല്ലാം പറഞ്ഞു തരും. ഈ ഒരു ഏരിയ മുഴുവൻ ഏറെക്കുറെ എന്താണ് സ്പെയർ പാർട്സ് വേണ്ടിയാണ് നമ്മൾ കംപ്ലീറ്റ് ബോക്സിലാക്കി വെച്ചേക്കുന്നത്. അതെ, ഇതാണ് നമ്മൾ സ്പെയർ പാർട്സ് വരുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് വരാത്തത്. ഓപ്പൺ ആക്കാതെ വെച്ചേക്കുന്നത്. മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ ഓപ്പൺ ആക്കി നമ്മൾ കൂടുതലും ബ്രേക്ക് പാഡ് മാത്രമാണ് കൂടുതൽ മാറ്റേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള കേസ് മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ മിറർ മാറ്റേണ്ടി വരും. അതെ, നമ്മൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാലാണ് ബോഡി പാർട്ടുകളും ബാക്കി പാർട്ടുകളും മാറ്റേണ്ടി വരുന്നത്. ആക്സിഡന്റ് കേസുകളും ഇവിടെ വരുന്നത്. ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സർവീസിന്റെ കൂടെ ആക്സിഡന്റ് റിപ്പയറും കൂടി വരുന്നുണ്ട്. ആക്സിഡന്റ് റിപ്പയർ, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിമിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈസി ആക്സസ് ആണ്. അതെ, ഈസി പ്ലസ് ആണ് വരുന്നത്. ഈസി പ്ലസ് ആണ് ഇതിന്റെ പേര്. അതെ, ഈസി പ്ലസ്. ഇതാണ് നമ്മുടെ സർവീസ്. ഇതാണ് നമ്മൾ എക്സ്പ്രസ് വന്ന് എണ്ണി നോക്കിയിരുന്നു. 6 സ്കൂട്ടർ ഒരേ സമയം നിർത്തി സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതെ, പിന്നെ മറ്റേനെ അപേക്ഷിച്ച് ഒരുപാട് സ്പാനറും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. ആവശ്യം വരുന്നില്ല. നമുക്ക് ലിഫ്റ്റ് ഒന്നും ആവശ്യം വരുന്നില്ല. ലിഫ്റ്റിന്റെ ആവശ്യം ലിഫ്റ്റ് നമുക്ക് നോർമലി ഐസ് എഞ്ചിനൊക്കെ വരുന്നത് ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഓയിലിലെ ട്രെയിനിന്റെ നെറ്റ് അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിന്റെ വരുന്നത്. നമുക്ക് ഇതിലെല്ലാം മോട്ടറൊക്കെ വരുന്നത് നമുക്ക് ഈ സെന്റർ ഭാഗം അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാൻ വരുന്നില്ല. ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നുണ്ട്. അത് സിസ്റ്റം കംപ്ലീറ്റ് വരുന്നത് ലാപ്ടോപ്പും മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത്. അത് വൈഫൈ കണക്റ്റഡ് ആണ് എല്ലാം. ഫെസിലിറ്റി എല്ലാം ഒരേ സമയം 6 വെഹിക്കിൾസിനെ നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതെ, നന്നാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് വെയിറ്റിംഗ് വരില്ല. നമുക്ക് ടെക്നീഷ്യന്മാരും സർവീസ് ചാമ്പ്യൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ വരുന്നുണ്ട്. ഈ സർവീസ് ടെക്നീഷ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി അവർ മുന്നേ സിസ്റ്റത്തിൽ പല ഡീലർഷിപ്പിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നത്. നമുക്ക് തിരൂർക്കാടൊക്കെ സർവീസ് സെന്റർ ഉണ്ട്. ചെറിയ സർവീസ് സെന്റർ വരുന്നുണ്ട്. നമ്മൾ മലപ്പുറത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് ഇവിടെ മലപ്പുറത്തിൽ. അതെ, മലപ്പുറം സെന്ററിൽ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മേജർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർക്ക് നിയർ ബൈ ഉള്ള സർവീസ് സെന്ററിൽ പോകാൻ പറ്റും. ഈ ലൊക്കേഷൻ ശരിക്കും വരുന്നത് കോട്ടയ്ക്കിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ്. അതെ അതെ, കറക്റ്റ് ആണ്. ഒരു വളവൊക്കെ ഉണ്ടാവും. വളവിനടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ. ഓല യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ല. അതെ, അതിപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻഫർമേഷൻ ഇത് ഓൾറെഡി കസ്റ്റമർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ നിയർ ബൈ ഉള്ള അടുത്തുള്ള സർവീസ് സെന്ററിലും ബന്ധപ്പെടാൻ. സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സർവീസ് കോസ്റ്റ് നമ്മൾ മെയിൻ്റനൻസ് വരാത്തതുകൊണ്ട് ഓരോ പാർട്സ് ബേസിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഓടിയ ഒരാൾക്കും സർവീസ് വന്നോളണം എന്നില്ല. ഇല്ല, നിർബന്ധമില്ല. അപ്പോൾ ബ്രേക്ക് പാഡ് നമ്മൾ ബ്രേക്ക് പാഡാണ് മേജറായിട്ട് ഒരു മാറ്റേണ്ടി വരുന്ന കാര്യങ്ങൾ. ഈ ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 10,000 കിലോമീറ്ററിലാവാം, 20,000 വരാം. അത് ഡിപ്പെൻഡ് അപ്പോൺ യൂസേജും റോഡ് കണ്ടീഷൻ അനുസരിച്ചാണ്, ബ്രേക്കിംഗ് ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ബ്രേക്ക് പാഡിൻ്റെ വരുന്നത്. അത് പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു ഓല യൂസറിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റനൻസ് എന്നുള്ളത് വലിയൊരു എക്സ്പെൻസ് ആയി തോന്നുകയില്ല. ഇല്ല, നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ഓല മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിൾ ആയി കഴിഞ്ഞാൽ പൊതുവെ എടുക്കുന്നത് നമ്മൾ മെയിൻ്റനൻസ് ഫ്രീ ആണ്. നമുക്ക് വെഹിക്കിളിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. വീഡിയോകളിൽ പറയുന്നൊരു കാര്യമാണ് മെയിൻ്റനൻസ് എന്നുള്ളൊരു കാര്യം. ഒരുപാട് കാലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ ചൈനയിൽ പോയ സമയത്ത് ടെസ്ല ഓടിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു. പുള്ളി ഒരു BMW യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 കിലോമീറ്ററിനുള്ളിൽ 4 തവണ മെയിൻ്റെനൻസ് ചെയ്തു എന്ന് പറഞ്ഞു. അയാൾ ടെസ്റ്റിലെടുത്തിട്ട് 20,000 കിലോമീറ്റർ ഇതുവരെ മെയിൻ്റെനൻസിന് കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് പറയാം. നമ്മൾ മെയിൻ്റെനൻസ് പോകുമ്പോൾ തന്നെ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ മെയിൻ്റെനൻസ് കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ എല്ലാവരും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു ഓല യൂസറിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞല്ലോ, അവർക്കുള്ള ഒരു ടെൻഷൻ
സർവീസിൻ്റെ കാര്യമാണ്. കുറേ ആൾക്കാർ അതിനെ ട്രോളിങ് ചെയ്തായിരുന്നു, ഓട്ടോറിക്ഷയിലൊക്കെ ഓല കയറ്റി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ്റനൻസിന്. അത് മെയിൻ്റനൻസ് ഇഷ്യൂ നമ്മൾ ഹൗസ് വിസിറ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഹൗസ് വിസിറ്റ് ചെയ്തിട്ട് കസ്റ്റമറെ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ഇപ്പം പിക്കപ്പ് എന്ന് പറയുമ്പോൾ ഓട്ടോയിലൊക്കെ കയറ്റി കൊണ്ടുപോയി എന്നൊക്കെ പണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉത്തരേന്ത്യ തലത്തിലൊക്കെ ട്രോളൊക്കെ വന്നായിരുന്നു. അതിന് ഒക്കെ എന്താക്കേണ്ട ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അതായത് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കൊക്കെ ഓല തന്നെ നേരിട്ടൊരു സൊല്യൂഷൻസ് കൊണ്ടുവന്നു. ആദ്യം ഒരുപാട് ആൾക്കാർ ഓലയുടെ കേസിൽ പറഞ്ഞത് ഡീലർഷിപ്പ് ഇല്ല എന്നൊരു പരാതി പറഞ്ഞായിരുന്നു. എന്തെങ്കിലും പറ്റിയ എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം. അതിന് ഓല ഒരു തീരുമാനം കൊണ്ടുവന്നു, എക്സ്പീരിയൻസ് സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയി മുന്നോട്ട് പോയി. അതും മോഡേൺ ആയി ചെയ്തു എന്നുള്ളതാണ്, അടിപൊളിയായിട്ട്. ഇപ്പോൾ എൻ്റെ വീടിനടുത്തൊരു ഓല സർവീസ് സെൻ്റർ ഉണ്ട്. അത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റിലാണ് അവർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം സർവീസിൻ്റെ അത് ആളുകളുടെ ഫീഡ്ബാക്ക്, അതായത് ഒരു ഉപഭോക്താവ് എന്ത് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരു ബഡ്ഡിങ് കമ്പനി എന്നുള്ള നിലയ്ക്ക് ഓല അത് ഏറ്റെടുക്കാറുണ്ടെന്നുള്ള അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഫ്യൂച്ചറിൽ ഇപ്പം ഒരു വർഷത്തോളമായി ഓല സജീവമായിട്ട് റോട്ടിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ലേ? ഫ്യൂച്ചറിൽ ഇപ്പം ഉപഭോക്താക്കൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്, ഇന്ന സംഭവം വേണം എന്ന് പറയുമ്പോൾ ഓല കേൾക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾക്ക് ഇത്ര നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതാണ് ഓല സർവീസ് സെൻറ്റർ. അപ്പോൾ ഓല ഉപഭോക്താക്കളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം സർവീസ് ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി സർവീസ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളൊരു ടെൻഷൻ ആവശ്യമില്ല. 4000 സ്ക്വയർ ഫീറ്റിൽ കോട്ടക്കലിലും 6000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലും വരാൻ പോകുന്നു. കോട്ടക്കൽ ഓൾറെഡി വന്നു, കോഴിക്കോടും അതുപോലെ തന്നെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും, അതായത് വിത്തിൻ 1 മന്ത് അറൗണ്ട് 50 ഷോറൂമുകൾ ഓപ്പൺ ആക്കുമെന്നാണ് ഇവിടെ RSM പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയുള്ള ന്യൂസാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു വീഡിയോ, ആ വീഡിയോയിൽ വന്ന ഒരുപാട് കമൻറ്റുകൾ എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കമൻറ്റിനൊക്കെയുള്ളൊരു പരിഹാരം ഓല കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഓട്ടോമോട്ടീവ് നിർമ്മാണ കമ്പനി എന്നുള്ള നിലക്ക് അവർ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ വാഹനം എടുക്കുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗം തന്നെയാണ് ആഫ്റ്റർ സെയിൽസ്, അതായത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ചെയ്യുന്നതിൽ ഓല കൃത്യത പുലർത്തുന്നു എന്നുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 4000 സ്ക്വയർ ഫീറ്റ് സർവീസ് സെൻറ്റർ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.